ഹായ് ഓൾ ഫ്രണ്ട്സ്, വെൽക്കം ടു MTM പൊളിറ്റിക്കൽ ടോക്ക്. വയനാട് ദുരന്തത്തിൽ ഞെട്ടിത്തെരിച്ചിരിക്കുകയാണല്ലോ നമ്മളെല്ലാവരും. ഹൃദയഭേദകമായ കാഴ്ചയാണ് അവിടെ നിന്ന് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കവിടുത്തെ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്നാലല്ലേ കൂട്ടമായ പ്രവർത്തനത്തിലൂടെ നമ്മുടെ സഹോദരങ്ങളെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ സാധിക്കുകയുള്ളൂ. ഇത്രയൊക്കെ പറഞ്ഞാലും TV തുറന്ന് വയനാട്ടിലെ നമ്മുടെ കൂടപ്പിറപ്പുകളുടെ വിവരം എന്തായി എന്ന് നോക്കാമെന്ന് വെച്ചാൽ കണ്ണു നനയാതെ ആ കാഴ്ചകൾ കാണാൻ സാധ്യമല്ല. സൗണ്ട് ഇടറാതെ ആ ന്യൂസുകളൊന്നും ശ്രവിക്കാനും സാധ്യമല്ലാത്തൊരവസ്ഥയാണ്. ഇതിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത്. വിഷയമിഷ്ടമാകുമ്പോഴൊക്കെ ലൈക്ക് അടിക്കാനും മറക്കരുത്. ഇപ്പോൾ 2 ദിവസമായി അവിടെ നടക്കുന്നത് കൂട്ടമായ സംസ്കാര ചടങ്ങുകളാണ്. തിരിച്ചറിയാനാവാത്ത മൃതദേഹങ്ങളും ശരീരഭാഗങ്ങളും ഇനി സംസ്കരിക്കുക എന്ന ഒറ്റ വഴിയെ സർക്കാരിൻ്റെ മുൻപിലുള്ളൂ. സർവമത പ്രാർത്ഥനയുടെയും സർക്കാരിൻ്റെ ബഹുമതിയോടെയും സന്നദ്ധ പ്രവർത്തകരുടെ കരുതലോടെയും ആ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 2 ദിവസമായി സംസ്കാര ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹൃദയഭേദകം തന്നെയാണ് ഈ കാഴ്ചകൾ. വീട്ടുപേര് ഒന്നും അറിയില്ലെങ്കിലും സർക്കാർ നൽകിയ നമ്പറാണ് അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നവർക്കുള്ള ഐഡൻറ്റിറ്റി. നമ്മുടെ ഇന്ത്യൻ സൈന്യവും ഫയർഫോഴ്സും പോലീസും മുഴുവൻ സർക്കാർ സംവിധാനങ്ങളും കേരളത്തിലെ മുഴുവൻ സന്നദ്ധ പ്രവർത്തകരും സാധാരണക്കാരും ജനങ്ങളും എല്ലാം ഒത്തൊരുമിച്ച് കൂട്ടമായി ഒരു ശ്രമത്തിൻ്റെ ഫലമായി ഇതുവരെ നമ്മളെത്തി. കേരളത്തിലെ മുഴുവൻ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഇത്തരം ദുരന്തമുഖത്ത് പരസ്യമായി നമ്മൾ പാരമ്പര്യമായി ഒന്നിച്ചു നിന്ന ചരിത്രമാണല്ലോ കേരളത്തിന് പറയാനുള്ളത്. എല്ലാവരുടെയും കൂട്ടായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഇതുവരെ നമ്മളെത്തി. ഇനിയും കണ്ടുകിട്ടാൻ ഒരുപാട് പേരുണ്ട്. എന്തായാലും നമ്മുടെ ഈ സഹോദരങ്ങളെ ഇനിയുള്ള ജീവിതം, താമസം, തൊഴിൽ, എല്ലാ കാര്യങ്ങളിലും കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളും സർക്കാരിൻ്റെ നേതൃത്വത്തിൽ അണിനിരന്ന് ഒരു നല്ല പുനരധിവാസം സാധ്യമാക്കണം. സർക്കാർ സംവിധാനത്തിൽ വിദഗ്ധ സമിതി അനുയോജ്യമായ സ്ഥലം കണ്ടെത്തി അവിടെ വാസയോഗ്യമായ വീടുകൾ നിർമ്മിച്ച് നൽകണം. അതുമാത്രം പോരാ, സർവ്വതും നഷ്ടപ്പെട്ട അവർക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിർബന്ധമായും തൊഴിൽ ആവശ്യമാണ്. പുനരധിവാസത്തിനൊപ്പം തന്നെ ഒരു തൊഴിൽ ഡാറ്റാ ബാങ്ക് രൂപീകരിച്ച് അവിടെ ഓരോരുത്തർക്കും അവരവരുടെ സ്ഥലത്ത് തൊഴിൽ ലഭിക്കുവാൻ കൂടി നമ്മൾ എല്ലാവരും കൂട്ടമായ ഒരു ശ്രമം നടത്തിയേ പറ്റൂ. കാരണം അവർ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ അവർക്ക് തൊഴിൽ ലഭ്യമാകേണ്ടതുണ്ട്. എന്നാലേ ജീവിതം കരുപിടിപ്പിക്കാൻ സാധ്യമാകുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ അവർക്ക് ആവശ്യമായ വീട്, തൊഴിൽ, കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ ആവശ്യങ്ങൾ കൂടി നമ്മൾ എല്ലാവരും കൂട്ടമായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ നിർവഹിക്കാൻ ബാധ്യസ്ഥരാണ്. എല്ലാവിധ ദുരന്തങ്ങളിൽ നിന്നും സർവശക്തൻ നമ്മളെ എല്ലാവരെയും രക്ഷിക്കുമാറാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു.